കല്യാണത്തിൻ്റെ തലേന്ന് ക്ഷണിക്കപ്പെട്ട ആയിരങ്ങളോട് നാളെ വിവാഹമില്ലെന്ന് പറയേണ്ടി വന്ന വിവാഹങ്ങളെ നമുക്കറിയാം. തലേന്ന് വീട്ടിൽ സംഭവിച്ച മരണം കാരണം, അപകടം കാരണം നാളത്തെ വിവാഹം മാറ്റിവെച്ചു എന്ന് പറയേണ്ട അവസ്ഥയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആരോഗ്യമുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും സൗകര്യമുണ്ടെങ്കിലും വാഹനമുണ്ടെങ്കിലും എല്ലാം നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഫമാ ബിക്കും മിൻ നിഅ്മത്തിൻ ഫമിനല്ലാഹ്. ഏതൊരനുഗ്രഹം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് അല്ലാഹുവാണ് തരുന്നത്. അതുകൊണ്ട് ആ അല്ലാഹു അത് തരണം എന്ന ആഗ്രഹം നമുക്ക് വേണം. നമ്മളതിന് യോഗ്യരായി, നമ്മളതിന് അർഹരായി നമ്മൾ ജീവിക്കണം. ലോകത്താർക്കും പറ്റില്ല നമുക്ക് വരാനിരിക്കുന്ന ഒരു ഉപദ്രവത്തെ, ഒരു ദുരന്തത്തെ തടുക്കാൻ ലോകത്തൊരാൾക്കും പറ്റില്ല. നമുക്കൊരനുഗ്രഹവും വെച്ച് നീട്ടാൻ ആർക്കും പറ്റില്ല. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. നിനക്കൊരു ബുദ്ധിമുട്ട് വരുത്തണമെന്ന് അല്ലാഹു വിചാരിച്ചാൽ അതിനെ തടുക്കാൻ ആർക്കും പറ്റില്ല. വഇൻ യുരിദ്ക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി. അല്ലാഹു തരാൻ വിചാരിച്ച ഔദാര്യം അത് നമ്മുടെ എല്ലാ ശത്രുക്കളും ഒന്നിച്ച് ശ്രമിച്ചാലും അത് നമുക്കെത്തും, നമ്മുടെ വീട്ടിലെത്തും ആ അനുഗ്രഹം, ഒരു സംശയവുമല്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി. തന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർ നൽകും. അതുകൊണ്ട് എല്ലാം അല്ലാഹുവിലാണ്. നമ്മളെല്ലാം അശക്തരാണ്. ഒരനുഗ്രഹത്തെ ഉറപ്പുവരുത്താൻ നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ ദുർബലരാണ് സുഹൃത്തുക്കളെ. ഒരു തിന്മയെ തടുക്കാൻ അല്ലാഹു അല്ലാതെ ഈ ലോകത്താർക്കും പറ്റില്ലെങ്കിൽ നമ്മൾ നിസ്സഹായരാണ്. അതുകൊണ്ട് നമ്മൾ വിവാഹത്തിന്റെ സന്ദർഭത്തിൽ മാത്രമല്ല, ജീവിതത്തിന്റെ ഓരോരോ സന്ദർഭങ്ങളിലും നമ്മൾ ആലോചിക്കേണ്ടത് എന്താ അറിയോ? അള്ളാഹുവിന്റെ ഇഷ്ടത്തെ, പൊരുത്തത്തെ പിണക്കാതെ നമ്മൾ മുന്നോട്ട് പോകണം. അള്ളാഹു അളവറ്റ ദയാപരനും പരമകാരുണ്യകനുമായതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ തെറ്റുകൾക്ക് അവൻ ശിക്ഷ തരുന്നില്ലായിരിക്കാം, അവൻ നമുക്ക് നീട്ടിത്തരുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് നാം ചെയ്യുന്നതൊന്നും തെറ്റല്ലെന്ന് വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് വിവാഹത്തിന്റെ പന്തലുകളിൽ നമ്മൾ എത്തുമ്പോൾ ആലോചിക്കണം, വിവാഹം നടത്തുന്നവർ ചിന്തിക്കണം, റബ്ബിന് പൊരുത്തമില്ലാത്തതൊന്നും ഈ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. ഈ മക്കൾക്ക് ജീവിക്കണ്ടേ സുഹൃത്തുക്കളെ? അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ മരിച്ചാലും ജീവിക്കണ്ടേ? അള്ളാഹുവിന്റെ അനുഗ്രഹം വേണ്ടേ? ആ വിവാഹം നടക്കുന്ന നിർണായകമായ ദിനത്തിൽ അള്ളാഹുവിനെ മറന്നാൽ അള്ളാഹു മറക്കും. നിങ്ങൾ എന്നെ മറന്നപ്പോൾ ഞാൻ നിങ്ങളെയും മറന്നു എന്ന് അള്ളാഹു പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ, തഖ്വയോടുകൂടെ അള്ളാഹുവിന്റെ മുന്നിൽ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സൂക്ഷ്മത പാലിക്കണമെന്നാണ് ആദ്യത്തെ പ്രാവശ്യം തുടക്കത്തിൽ എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഈ ശ്രദ്ധ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും വേണം. കാരണം നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടത് രഹസ്യങ്ങൾ അറിയുന്ന, എല്ലാ പരസ്യങ്ങൾക്കും സാക്ഷിയായ, ഖബീറായ, അലീമായ അള്ളാഹുവിനെയാണ്. അതുകൊണ്ട് പരമാവധി ജീവിതത്തിൽ സൂക്ഷിക്കണേ എന്നാണ് ആമുഖമായി ഈ ഒരു സംസാരത്തിന്റെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. സുഹൃത്തുക്കളെ, എന്തിനാണ് വിവാഹത്തിന്റെ പ്രഭാഷണങ്ങൾ, ഖുതുബകൾ എന്ന് ചിലപ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കും. ഒരു ഭക്ഷണം കൊടുക്കുന്ന ഹാളിൽ എത്ര നേരം ക്യൂ നിന്നാലും തോന്നാത്തൊരു മടുപ്പ് ഖുതുബയും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും നടക്കുമ്പോഴുണ്ടാകും. ഇത് അനിവാര്യമാണ് സുഹൃത്തുക്കൾ. ഇത് നിർബന്ധമല്ല ഇസ്ലാമിന്റെ കർമ്മങ്ങളിലെങ്കിലും ഇത് നമ്മൾ ഇന്ന് വേണം. അത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. സങ്കടപ്പെടുന്ന എന്താ വെച്ചാൽ 2 മാസം വിവാഹം കഴിഞ്ഞ് 3 മാസം തികയും മുമ്പ് 2.5 മാസം ഗർഭിണിയായ ആ പെൺകുട്ടിയുടെ തൊലാഖിന്റെ കത്താണ് പള്ളിയിലേക്ക് വരുന്നത്. എത്ര വേദനാജനകമാണത്. 2.5 മാസം ഗർഭിണിയാണ് അവൾ. വിവാഹം കഴിഞ്ഞിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഈ ദുരന്തങ്ങളെ നമ്മൾ കാണാതിരിക്കാൻ പറ്റുമോ? ആഘോഷങ്ങളും പടക്കങ്ങളും മാലപ്പടക്കങ്ങളുമായുള്ള കല്യാണ പന്തലുകൾക്ക് ശേഷം ഈ കരച്ചിലുകൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഈ സങ്കടങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇതിന് ചില കാരണങ്ങളില്ലേ? ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതില്ലേ? വസീം ഇന്നറിയേണ്ടത് എന്താണ്? ഞാനൊരു കരാറിൽ ഏർപ്പെടാം. ഇന്നലത്തെ പോലെ വസീമിന് നാളെ ജീവിക്കാൻ പറ്റില്ല. ഒരു ഉത്തരവാദിത്തം തന്റെ ചുമലിലുണ്ട്. ഒരു മാതാവും പിതാവും 10ഉം 20ഉം കൊല്ലം പോറ്റി വളർത്തിയ ഒരു പെൺകുട്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമാണ് ഇന്ന് അവൻ ഏറ്റെടുക്കുന്നത്. കളിതമാശകൾക്കും കൂട്ടുകാർക്കും ഇടയിൽ അവന് ചില ചിന്തിക്കും, ഇന്ന് രാത്രി എനിക്ക് വീടണയണം, എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ പോരാ, അവൾ എന്നെ കാത്തിരിക്കാൻ എനിക്കൊരാളുണ്ട്, എവിടെയാണെങ്കിലും അവളുണ്ട്, അവളുടെ വേദനകളെല്ലാം ഞാൻ ഏറ്റെടുത്തു എന്ന ഒരു സാക്ഷ്യമാണ് അഷ്റഫ് സാഹിബിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നത്. വാഹദിന മിൻകും മീസാക്കൻ ഖദീല. വസീമിനോട് പറയാനുള്ളത് അത് പാലിക്കണമെന്നാണ്. അവൾ ചോദിക്കരുത് നാളെ ഉപ്പനോടും ഉമ്മനോടും എന്തിനെന്നെ കെട്ടിച്ചത്,
എത്ര സമാധാനത്തിൽ ഇവിടെ കഴിഞ്ഞുകൂടെ, എന്തിനാണ് ഈ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിട്ടത് എന്ന് നാളെ ഏതെങ്കിലും പെൺകുട്ടി വാപ്പയോട് ചോദിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാ സുഹൃത്തുക്കളെ? ഈ സ്റ്റേജും വരുന്ന് കൈ കൊടുത്ത് അള്ളാന്റെ പേരുച്ചരിച്ച ആ വരന് തന്നെയാണ് ഉത്തരവാദിത്വം. അവളെ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിലും എവിടെ പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ച് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം അവരുണ്ട്. പെൺകുട്ടികളും ചിന്തിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. ജീവിതത്തിലെ മുഴുവൻ ഉത്തരവാദിത്വം ഒരാൾ ഏറ്റെടുക്കുമ്പോൾ അയാളോട് ചില കടപ്പാടുണ്ടാവൂലേ? മുഴുവൻ. ഇന്ന് മുതൽ അവൾ ഒന്നും ആലോചിക്കേണ്ട, അവളെ സഫയെ സംബന്ധിച്ചൊക്കെ ഇനി ഒന്നും ചിന്തിക്കണ്ട. അവളുടെ ഭക്ഷണമോ സുരക്ഷിതമോ യാത്രമോ വസ്ത്രമോ ഒന്നും ചിന്തിക്കണ്ട. നമുക്ക് എന്തെങ്കിലും കഴിഞ്ഞുകൊണ്ട് വല്ല പണിയും വേണ്ടേ സുഹൃത്തുക്കളെ? ജോലി വേണ്ടേ? വരുമാനം വേണ്ടേ? ഒരു പെണ്ണിന് അത് വേണ്ട. അതുകൊണ്ടാണ് പകുതി സ്വത്ത്. അവൾക്കൊരു ഉത്തരവാദിത്തമല്ല. പകുതി സ്വത്ത് കിട്ടിയാലും അതവിടെ വെറുതെ കിടക്കും. പകുതി സ്വത്ത് കിട്ടിയാലും അവിടെ അത് വെറുതെ കിടക്കും. അതിനാവശ്യമില്ല, ഒന്നും കൊടുക്കണ്ട. ശമ്പളം ഉണ്ടെങ്കിൽ പോലും അത് അവൾക്ക് പോക്കറ്റിലിടാം. അവൾ കൊടുക്കണ്ട. അയാൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, സദക്കയായി കൊടുക്കാം, കടമായി കൊടുക്കാം, കൊടുത്തത് വീണ്ടും തിരിച്ചു ചോദിക്കാം. അത്ര വലിയ ഉത്തരവാദിത്വം തൻ്റെ ഏറ്റെടുക്കുമ്പോൾ അയാളോടൊരു നന്ദി വേണ്ടേ സുഹൃത്തുക്കളെ? ഫസ്സാലിഹാത്തു ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അനുസരണം, അതന്നാണ് പ്രധാനം. തൻ്റെ ഭർത്താവിൻ്റെ മനസ്സിനൊരു വിഷമം, ഒരു അതൃപ്തി അത് ഉണ്ടാക്കാതെ കൊണ്ടു നടക്കാൻ പറ്റണം. എത്ര ത്യാഗമാണ് പെണ്ണുങ്ങൾ ചെയ്യുന്ന സുഹൃത്തുക്കളെ. രണ്ടാമതൊരു വിവാഹം തനിക്കിഷ്ടമില്ലാതെ ഭർത്താവ് കഴിച്ചാൽ പോലും ഭർത്താവിനെ പിണക്കല്ലെന്ന് വിചാരിച്ച് വേദനിക്കുന്ന എത്ര സഹോദരിമാരുണ്ട്. അതൊരു ത്യാഗമാണ്, അതിന് പ്രതിഫലമുണ്ട്. ഭർത്താവിനനുസരിച്ചാൽ സ്വർഗത്തിന്റെ ഏതു വാതിലിലൂടെയും പ്രവേശിക്കാം. ഇന്ന് വാപ്പയോടുള്ള കടമ വിവാഹം കഴിയുമ്പോൾ വസീമിനോടായി മാറുന്നു. അതാണ് ആ മാറ്റം. ആ ഒരു ബാധ്യത നിർവഹിച്ചു പോകുന്നുണ്ടോ എന്ന് യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിവാഹം ഒന്നിച്ചു പോകും, അതങ്ങനെ വേർപിരിയുന്ന അല്ല സുഹൃത്തുക്കൾ. എന്തുകൊണ്ടാ അറിയോ? എല്ലാറ്റിനെയും അതിജീവിക്കാൻ കഴിയുന്ന ഒരു സ്നേഹം ആണും പെണ്ണും തമ്മിൽ അള്ളാഹ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്നേഹത്തും ഒക്കെ പരിഹരിച്ചു പോകും. എത്ര കാലം ജീവിച്ചാലും ആ സ്നേഹം ഒരിക്കലും ഇല്ലാതാവുകയല്ല ചെയ്യുക. 80-ാം വയസ്സിലും 90-ാം വയസ്സിലൊക്കെ അത് കൂടുക ചെയ്യുക. വിവാഹം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മരിച്ചു പോകുന്ന ഭാര്യയെക്കാളും വേദന 80-ാമത്തെ വയസ്സിൽ ഭാര്യ മരിച്ചു പോകുമ്പോണ്ടാവും. അത് അങ്ങനെയാണ് ആ സ്നേഹം. അത് അള്ളാഹ് ഉണ്ടാക്കിയ ഒരു മഹാത്ഭുതമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ. അള്ളാഹു ആകാശങ്ങളെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ ചൂണ്ടി അത്ഭുതങ്ങൾ പറയുന്ന കുറിച്ച് അള്ളാഹ് പറയാണ്. മറ്റൊരു അത്ഭുതം പറയാം. എന്താണ് ആ അത്ഭുതം? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ, ഈ മനുഷ്യവംശത്തിൽ നിന്ന് തന്നെ ഒരു ഇണയെ ഏർപ്പെടുത്തി തന്നു. ലിതസ്കുനു ഇലൈഹ. എന്താണ്? ലോകത്തൊരു വ്യക്തിയും മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഇത്ര വലിയ സ്നേഹവും ത്യാഗവും ചെയ്യുന്നില്ല സുഹൃത്തുക്കളെ. ഒരു വ്യക്തിക്ക് വേണ്ടി ജീവിക്കുകയാണ് മറ്റൊരു വ്യക്തി. എല്ലാം മനസ്സ് തുറന്ന് പറഞ്ഞ് സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ പറ്റുന്ന അവർണ്ണനീയമായ ഒരു സ്നേഹമാണ്. ആ സ്നേഹത്തിന് മറികടക്കാൻ പറ്റാത്ത ഒന്നുമില്ല. അതുകൊണ്ടാണ് ഭർത്തൃ വീട്ടിലൊരു വേലക്കാരിയെ പോലെ ജീവിക്കേണ്ടി വന്നാലും ഇറങ്ങിപ്പോരാത്തത് എന്താണെന്നറിയോ? ആ സ്നേഹിക്കുന്നവനോട് പോകുന്നെന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. ആ സ്നേഹം അത്രയും വിലപ്പെട്ടതാണ് സുഹൃത്തുക്കളെ. അതെല്ലാറ്റിനെയും അതിജീവിച്ചു പോകും. പിന്നെന്താ പ്രശ്നം ഉണ്ടാകുന്നത് വെച്ചാൽ അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന് എനിക്ക് രക്ഷിതാക്കളോടാ പറയാനുള്ളത്. കുറേ കുട്ടികൾ വിധവകളായി വീട്ടിൽ നിന്നതിന് പിന്നിൽ രക്ഷിതാക്കൾക്കൊരു പങ്കുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, വാപ്പിയമ്മി അങ്ങനെ ചെയ്യുമെന്ന്. അവരങ്ങനെ കരുതി കൂട്ടി ചെയ്തതല്ല സുഹൃത്തുക്കളെ. നാളെ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് മോള് അവിടുത്തെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് പറയുമ്പോൾ അവരുടെ കണ്ണിലെ കണ്ണീര് കാണുമ്പോൾ ഉമ്മ നേരെ വിളിക്കും അങ്ങോട്ട് ഒരു ഫോൺ, അവിടുത്തെ അമ്മാക്ക്, ഇവിടുത്തെ വാപ്പാക്ക് ഒരു ഫോൺ. ആ ഫോണുമ്മ തീർന്നു. കാരണം നമുക്ക് നമ്മുടെ മക്കളെ കാര്യം പറയുമ്പോൾ വൈകാരികമായി മാത്രമേ പറയാൻ പറ്റുള്ളൂ. പറഞ്ഞ് തെറ്റി പ്രശ്നമായി ഒരു മസ്ലഹത്തിന് പോലും ഇടമില്ലാത്ത വിധം വാക്കുകൾ പറഞ്ഞ് പിണക്കി ഒരിക്കലും പിരിയാൻ പറ്റാത്ത ദമ്പതികളെ പിരിച്ചുവിടാൻ ഒരു മാതാപിതാക്കളുടെ ഇടപാടുകൾ കാരണമായിട്ടുണ്ട്. ഹക്കമം മിൻ അഹ്ലിഹ വഹക്കമം മിൻ അഹ്ലിഹി. കുടുംബത്തിൽ ആരാണ്? ഒരു മധ്യസ്ഥനാണ് പറയേണ്ടത്. തർക്കം വരികയാണെങ്കിൽ മധ്യസ്ഥനോട് പറയും. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ അംഗീകരിക്കപ്പെട്ട രണ്ട് ഭാഗത്തെ ഒരാൾക്കാരോട് പറഞ്ഞിട്ട് തീർക്കാൻ ശ്രമിക്കണം. ഇടപെട്ട് പ്രശ്നമാക്കരുത് സുഹൃത്തുക്കൾ. ഒരു സാമ്പത്തിക ലാഭം മോഹിക്കരുത്. അത് വിവാഹ ദാമ്പത്യത്തിൽ പ്രശ്നം ഉണ്ടാക്കും. ഒന്നും മോഹിക്കരുത്. പലപ്പോഴും ഞാൻ പറയും, വസീമിനെ പോലെ വിവാഹം കഴിച്ച ആളുകൾ എത്ര കുടുങ്ങിയാലും ഭാര്യ വീട്ടിൽ നിന്ന് വായ്പ വാങ്ങരുത്. നാട്ടിൽ നിന്നൊക്കെ വാങ്ങിയാലെന്നാ പറയും. എന്താ അറിയും, ഓരോട് വായ്പ വെക്കുമ്പോൾ ഇല്ലെങ്കിലും കൊടുക്കും. ഒരു മകൾ അവിടെയല്ലേ,
അങ്ങനെ വാങ്ങണ്ടല്ലോ സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഇന്ന് ആഭരണം വാങ്ങിയില്ലേ വസീം, ഡ്രസ്സ് വാങ്ങിയില്ലേ? അതൊക്കെ വാങ്ങിയ ആളുകൾക്ക് എന്താണ് ജീവിതത്തിൽ അവരെ ആശ്രയിക്കേണ്ട ഒരു ആവശ്യം വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞ. പരസ്പരം സഹായിക്കേണ്ടതിനൊന്നും അർത്ഥമല്ല. പക്ഷേ പുരുഷൻ അവന്റെ അധികാരവും അവന്റെ ഉടമസ്ഥാവകാശവും അവന്റെ കുടുംബനാഥൻ എന്ന പദവിയും നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയൂ? താൻ ചിലവഴിക്കണം. വബിമാ അംഫഖൂ മിൻ അംവാലിഹിം, സ്വന്തം സ്വത്ത് ചിലവഴിക്കണം. നോക്കുന്ന നമ്മളെ കുട്ടിയൊക്കെ നമ്മൾ ആഭരണം കൊടുക്കും. നമ്മളെങ്ങനെ കൊടുക്കാതൊക്കെ ഒരു 10 പവനെങ്കിലും കൊടുക്കണ്ടേ എന്ന് പറയും. കൊടുത്തോട് സുഹൃത്തുക്കൾ. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്താ ചിന്തിക്കാറ്? അവനൊരു ഒരു 10,000 റുപ്യേന്റെ ആവശ്യം വരുമ്പോൾ അവളുടെ ഒരു മോതിരൂരും ഒരു വളവൂരും ഒരു കമ്മലൂരും അതൊരു ബാധ്യതയാണ്. അവൾ എന്നും പറയും, അന്ന് വാപ്പ തന്നതൊക്കെ നിങ്ങൾ എടുത്തില്ലേ? അതൊക്കെ കൊടുത്താലും കൊടുക്കാത്ത പോലെയാണ്. വാങ്ങാൻ എളുപ്പമാണെങ്കിലും കൊടുത്താലും കൊടുക്കാത്ത പോലെ. അവൾക്ക് അത് അത്രയും പ്രിയപ്പെട്ടതായി വാപ്പ കൊടുത്തതാണ്. അതവൾ അത്ര സ്നേഹത്തോടെ കൊണ്ടെടുക്കുന്നതാണ്. ഭർത്താവിന് കൊടുക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സ്വന്തം സമ്പത്ത് കൊടുത്തുകൊണ്ട് ഭാര്യയെ സംരക്ഷിക്കുമ്പോൾ ആ കുടുംബ ബന്ധം നന്നായി മുന്നോട്ട് പോകും. പിന്നെ ദീനാണ് പ്രധാനം. ദീന് വേണം സുഹൃത്തുക്കളെ. നോക്കൂ, നിങ്ങൾ ഈ വിവാഹത്തോടെ ജീവിതത്തിൽ വസീമ് ഏറ്റവും വിശുദ്ധനായ ഒരു വ്യക്തിയാവുകയാണ്. അതാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. എന്താണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാവുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ അവിഹിതങ്ങളാണ്. നമ്മുടെ കണ്ണുകൾ പാളിപ്പോകുന്നു, തിന്മയിലേക്ക് പോകുന്നു, അവിഹിതങ്ങളിലേക്ക് പോകുന്നു. ഇത് ആണിനും പെണ്ണിനൊക്കെ സംഭവിക്കും. എന്തിനാ വിവാഹം? അഗള്ളുലിൽ ബസർ വ അഹ്സനുൽ ഫർജ്. ഇതുവരെ വല്ല പെണ്ണിനെയും അറിയാതെ നോക്കിപ്പോയെങ്കിൽ ആ നോട്ടങ്ങളെല്ലാം കണ്ണ് താഴ്ന്നു പോകുന്നു. ഇനി സഫ മാത്രം. അവളല്ലാത്ത മറ്റൊരു സ്ത്രീ മനസ്സിലില്ല. അവളല്ലാത്തൊരു സ്ത്രീയിലേക്കും കണ്ണുകൾ പോവില്ല. ആ വിശുദ്ധി ഇന്നത്തോടെ പൂർത്തിയാവുകയാണ്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിലൂൻ, ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും. ഇല്ലാ അലാ അസ്വാജിഹിം, ഫോൺ സൈറ്റിൽ കാണുന്നതും നാട്ടിൽ കാണുന്നതും എന്തെല്ലാം വികാരങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കാണുന്നുണ്ടോ നോക്കുന്നുണ്ടോ അവിടെയൊന്നും ഇനി കണ്ണില്ല. ആ നോട്ടങ്ങളും ആഗ്രഹങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ അള്ളാഹു എനിക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു എൻ്റെ ഇണയിൽ. അവിടെ ഒതുങ്ങുമ്പോൾ ജീവിതം വിശുദ്ധമാകും. അതാണ് വിവാഹത്തോടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം. സുഹൃത്തുക്കളെ, നല്ലൊരു സൂക്ഷ്മതയുള്ള ജീവിതം അതാണ്. ദീനുണ്ടെങ്കിലൊക്കെ ആവും. ഒരു അന്യ പെണ്ണിനെ നോക്കില്ലെന്നൊരു പുരുഷൻ തീരുമാനിച്ചാൽ അവന്റെ ഭാര്യ സുരക്ഷിതയായി. സ്ത്രീകൾക്കൊക്കെ എന്താ പരാതി? സഹിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ഭർത്താവ് ഇങ്ങനെ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ 1 മണിക്ക് എഴുന്നേറ്റിട്ട് ഏതെങ്കിലും അശ്ലീല സൈറ്റിൽ കയറി കാണുന്നത് ഒരു ഭാര്യ കണ്ടാൽ അവൾക്ക് പിന്നെ സഹിക്കാൻ പറ്റുമോ? അതന്നെയല്ലേ ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനന്നല്ലേ വേണ്ടത്. ഓൻ വലിയ ബിസിനസ്സുകാരനും കോടിക്കണക്കിന് സ്വത്തിന്റെ ഉടമസ്ഥനുമായിട്ട് എന്ത് കാര്യം? കോടികളുടെ കാറിൽ അവളെ കയറ്റിക്കൊണ്ടുപോയിട്ട് എന്ത് കാര്യം? അവൻ അശ്ലീലങ്ങൾ കാണുന്നവനാണെങ്കിൽ അവനോടൊപ്പം അവൾക്ക് എന്തൊരു സമാധാനമാണുള്ളത്? അതുകൊണ്ട് ദീനാണ് പ്രധാനം. ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ദീനിന് മുൻഗണന കൊടുക്കണമെന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഏറ്റവും പ്രധാനം വിശുദ്ധമായൊരു ജീവിതം അവർക്ക് സാധ്യമാകാൻ വിവാഹം കൊണ്ട് പറ്റും. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല സുഹൃത്തുക്കളെ, ബന്ധങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മളൊക്കെ വിളിക്കപ്പെട്ടത് ബന്ധത്തിന്റെ പേരിലാണ്. ബന്ധങ്ങൾ വളരെ വലുതാണ്. ആ ബന്ധങ്ങൾ നമ്മൾ പാലിക്കണം. മഹാപാപങ്ങളിൽ ഒന്നെന്താ? നിങ്ങൾ വാപ്പാനിമ്മാനും ദ്രോഹിക്കലാണ്. മഹാപാപങ്ങളിൽ ഒന്ന് വാപ്പാനിമ്മാനും ദ്രോഹിക്കലാണ്. ബന്ധങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ അറിയോ? നിങ്ങൾ ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കണം. പരസ്പരം ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകണം. ആരെങ്കിലൊക്കെ ഒരാൾ വിട്ടുവീഴ്ച ചെയ്താൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിക്കണം നമ്മൾ. ആ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ ഇത്തരം വിവാഹ സന്ദർഭങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ ഏറ്റവും വലിയ നിർഭയത്വം അള്ളാഹുവാണ്. ആ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക. കയ്യിൽ കെട്ടുന്ന ഒരു നൂലിനോ അരയിൽ കെട്ടുന്ന ഒരു ഏലസിനോ വീട്ടിൽ എഴുതി വെക്കപ്പെട്ട ഒരു ചെമ്പ് തകിടിനോ നമുക്കൊരു കാവലും തരാൻ പറ്റില്ല. അല്ലാഹുമ്മ ലാ മാനി അലിമാ അത്വൈത് വലാ മുഅ്തി ലിമാ മനത്. അള്ളാഹുവെ, നീ തന്നതാരും തടുക്കില്ല, നീ തരാത്തത് ആർക്കും വാങ്ങിത്തരാനുമാവില്ല. അങ്ങനെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, അവൻ അള്ളാഹു മതി എന്നാണ്. 23 കൊല്ലം കൊണ്ട് എല്ലാം മഹാനായ റസൂൽ കരീം നമുക്ക് കാണിച്ചു തന്നു. നമ്മുടെ വസ്ത്രം എങ്ങനെ ഉടുക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ വിവാഹം കഴിക്കണം, എങ്ങനെ ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കണം, അതൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ കുടിച്ച ആ ഗ്ലാസിൽ എവിടെ തൊണ്ട വെച്ചോ അവിടെ തന്നെ ചുണ്ട് വെച്ചുകൊണ്ട് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ദാമ്പത്യത്തെ, സ്നേഹപരമായ ഒരു ദാമ്പത്യത്തെ മാതൃകയായി കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രവാചക ജീവിതത്തെ
പൂർണ്ണമായി പഠിക്കാനും അത് ഉൾക്കൊള്ളാനും നമ്മൾ പരമാവധി പരിശ്രമിക്കുക. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിന് വിധേയമായിക്കൊണ്ട് അവൻ്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് ജീവിക്കുക. കണ്ണുകൾ അടയും മുമ്പ് വിശുദ്ധ ഖുർആന്റെ 114 സൂറത്തുകൾ ഒരു വട്ടം വായിക്കണമെന്ന് ആഗ്രഹിക്കുക. വരാൻ പോകുന്ന വിശുദ്ധ റമദാൻ ഖുർആനിന്റെ മാസത്തിൽ വിശുദ്ധ ഖുർആനുമായി അടുക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക. നല്ല അറിവിന് വേണ്ടി, മതപരമായ അറിവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ റേഡിയോ, അഷ്റഫ് സാഹിബ റേഡിയോയുടെ ഒരു പ്രധാന പ്രവർത്തകനാണ്. പീസ് റേഡിയോ നമ്മുടെ പെരിന്തൽമണ്ണയിലാണ് അതിൻ്റെ ആസ്ഥാനം. 24 മണിക്കൂറും നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഫോണിൽ നിന്ന് പീസ് റേഡിയോ ശബ്ദിച്ചുകൊണ്ടിരിക്കും. ദീൻ പഠിക്കാനുള്ള നല്ല അവസരങ്ങളെയും സന്ദർഭങ്ങളെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥനയാണ് സുഹൃത്തുക്കൾ. ഈ ദമ്പതികൾക്ക് വേണ്ടി, വസീമിനും അതേപോലെ തന്നെ സഫക്കും വേണ്ടി നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ഉള്ളറിഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അവിടെ മാതാപിതാക്കൾ എന്തൊരു സമാധാന ജീവിതമാണോ, കൺകുളിർമുള്ള ജീവിതമാണോ ഇവർ രണ്ടുപേരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ ജീവിതം കാണാൻ അള്ളാഹു അവർക്ക് അവസരം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇഹലോകത്തിലും പരലോകത്തിലും തുടരുന്നതാണ് ഇസ്ലാമിലെ ദാമ്പത്യം. തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഭാര്യ വീണ്ടും എത്തിച്ചേരുമെന്നാണ് പരലോകത്ത് നമ്മുടെ സ്വപ്നം. അങ്ങനെ സ്വർഗത്തേക്ക് കയറിപ്പോകുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇണയാക്കപ്പെടുമ്പോൾ ആ ഇണക്കം നാളെ മുത്തക്കാബിലിൻ സ്വർഗത്തിന്റെ കട്ടിലുകളിലും ചേർന്നിരിക്കാൻ ഈ ബന്ധം കാരണമാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പല വിധവകളും വീണ്ടും വിവാഹം വേണ്ടെന്ന് പറഞ്ഞത് തന്നെ വിട്ട് മരിച്ചുപോയ ഭർത്താവിൻ്റെ കൂടെ തന്നെ എനിക്ക് സ്വർഗം വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അതുകൊണ്ട് ഇഹത്തിലും പരത്തിലും തുടരുന്ന നമ്മുടെ ഈ സുഹൃത്തുക്കളുടെ ഈ ദാമ്പത്യം വളരെ മനോഹരമായി, ആസ്വാദകരമായി വിവാഹത്തിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കുന്ന രൂപത്തിൽ നിർവഹിക്കാൻ അള്ളാഹു അവർക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർക്ക് അള്ളാഹു അനുഗ്രഹം നൽകട്ടെ. ബർക്കത്ത് നൽകാനാണ് പ്രാർത്ഥന. ബാറക്കല്ലാഹു ലക്കുമ. ബർക്കത്ത് ഇനി മുതൽ വസീബിന്റെ തൊഴിലിൽ അവന് ബർക്കത്ത് വേണം. അവർ രണ്ടുപേരും ഒന്നിച്ചു ചേരുമ്പോഴുള്ള ശാരീരിക ബന്ധങ്ങളിൽ ബർക്കത്ത് വേണം. അവർക്ക് മക്കൾ വേണം. പുതിയ തലമുറയുണ്ടാവണം. ആ മക്കൾ നല്ലവരായി വളരണം. എല്ലാ ബർക്കത്തിനും ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ഈ തുടക്ക ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും. ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമാ ബൈനക്കുമാ ഫി ഖൈർ എന്ന് ആത്മാർത്ഥമായി മനസ്സിൽ തൊട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. അള്ളാഹുവേ, ഇന്ന് വിവാഹിതരാകുന്ന ഈ ദമ്പതികൾക്ക് ഇഹത്തിലും പരത്തിലും സൗഭാഗ്യകരമായ ഒരു ജീവിതത്തിന് നീ പ്രദാനം ചെയ്യണമേ റഹ്മാൻ. ഇന്ന് ഈ പന്തലിൽ, ഈ ഒരു ഓഡിറ്റോറിയത്തിൽ അവരുടെ മാതാപിതാക്കൾ എന്തൊരു പ്രതീക്ഷയോടുകൂടെയാണോ വിവാഹത്തെ കാത്തിരിക്കുന്നത്, ആ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കുന്ന ഒരു ബന്ധമായി തീരാനുള്ള തൗഫീക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാൻ.